കേരള ലീഗൽ മെട്രോളജി വകുപ്പിന്റെ LMO-MS പോർട്ടലിലേക്ക് സ്വാഗതം. അളവുതൂക്ക ഉപകരണങ്ങളുടെ പുനഃപരിശോധനയ്ക്കായി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ LMO-MS പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ പ്രവേശിച്ച് വേരിഫിക്കേഷൻ എന്ന ബോക്സിലെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗസ് ലോഗിൻ തിരഞ്ഞെടുത്ത് മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി OTP ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം പബ്ലിക് യൂസർ എന്ന ടാബ് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന ഡാഷ്ബോർഡ് സ്ക്രീനിൽ യൂസർ രജിസ്ട്രേഷന് താഴെ ട്രേഡ് ഓർ സ്ട്രീറ്റ് യൂസർ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ട്രേഡിന്റെ സ്വഭാവമനുസരിച്ചുള്ള യൂസർ ടൈപ്പ് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തതാണെങ്കിൽ അതേഴ്സ് എന്ന് തിരഞ്ഞെടുക്കുക. തുടർന്ന് അളവ് തൂക്ക ഉപകരണത്തിന്റെ ഉടമസ്ഥന്റെ പേര്, ട്രേഡ് ഓർ ഷോപ്പിന്റെ പേര്, ഷോപ്പിന്റെ മുഴുവനായ മേൽവിലാസം എന്നിവ നൽകുക. വ്യാപാര വിപണന സ്ഥാപനം ഉൾപ്പെടുന്ന ജില്ല, ലോക്കൽ ബോഡി എന്നിവ സെലക്ട് ചെയ്ത് അളവ് തൂക്ക ഉപകരണത്തിന്റെ ഉടമസ്ഥന്റെ മൊബൈൽ നമ്പർ നൽകുക. ശേഷം പുതിയ അളവ് തൂക്ക ഉപകരണമാണെങ്കിൽ ന്യൂ യൂസർ എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് യൂസർ സെലക്ട് ചെയ്ത് പഴയ വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ വലതുവശത്ത് ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഓൾഡ് CR നമ്പറും ഓൾഡ് IDയും എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ ആഡ് വെയിറ്റ് ഫ്രം സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് നമ്പർ നൽകേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ലാസ്റ്റ് വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ വലതുവശത്തു മുകളിലായി കാണാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഇടതുവശത്ത് താഴ്ഭാഗത്തായി നൽകിയിരിക്കുന്ന ലാസ്റ്റ് വേരിഫിക്കേഷൻ ഡേറ്റും എൻ്റർ ചെയ്ത് നൽകുക. അവസാനമായി പരിശോധന നടത്തിയ ഓഫീസിന്റെ പേര്, ജില്ല എന്നിവ സെലക്ട് ചെയ്യുക. തുടർന്ന് വെയ്റ്റ് ഓർ മെഷർ എന്ന സ്ഥാനത്ത് വെയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നും കാറ്റഗറി നോൺ ഓട്ടോമാറ്റിക് വെയിങ് ഇൻസ്ട്രുമെന്റ് എന്നും സെലക്ട് ചെയ്യുക. വെയിങ് ഇൻസ്ട്രുമെന്റിന്റെ മേക്ക്, മാക്സിമം കപ്പാസിറ്റി, മിനിമം കപ്പാസിറ്റി, വാല്യൂ എന്നിവ നിങ്ങളുടെ കയ്യിലുള്ള ലാസ്റ്റ് വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇവയിൽ ഏതെങ്കിലും ലാസ്റ്റ് വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ലഭ്യമല്ലാത്ത പക്ഷം വെയിങ് ഇൻസ്ട്രുമെന്റിനോട് ഘടിപ്പിച്ചിട്ടുള്ള പ്ലേറ്റിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇത്രയും വിവരങ്ങൾ നൽകുമ്പോൾ വെയിങ് ഇൻസ്ട്രുമെന്റിന്റെ